എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ നയനയുടെ വീട്ടിൽ നിന്ന് ആദർശ് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ഈ സമയത്ത് ജയൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആദർശിനെ കണ്ടത് ജയൻ വന്നിട്ട് ചോദിച്ചു, എന്തായി കാര്യങ്ങൾ മോനെ? നയനമ്മയുടെ അച്ഛൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അറിഞ്ഞെന്ന് പറയണേ. എന്ത് പറഞ്ഞു? വല്ല പ്രശ്നം എന്തെങ്കിലും ഉണ്ടായോ? എനിക്ക് ആകെപ്പാടം മനസ്സിന് ആദ്യമായിരുന്നു. കാരണം ഇനിയിപ്പോ അദ്ദേഹം എന്താ പറയാൻ പോണെന്ന് അറിയത്തില്ല. ഉദ്ദേശിച്ച പോലെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ അറിയാലോ അച്ഛാ, പെട്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരു ഷോക്ക് ഉണ്ടാവും. അത് ആർക്കാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുന്നേ. അതുപോലെ തന്നെയായിരുന്നു അച്ഛനും ഉണ്ടായെന്ന് പറയണം. ഗോവിന്ദനായതുകൊണ്ട് ഒരു പക്ഷേ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്ന പറയാ. ആദർശ് പറഞ്ഞു, അത് ശരിയാ. എന്റെ രണ്ട് കർണത്തിന് രണ്ടെണ്ണം തന്നാൽ പോലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ കൊണ്ടുകൊണ്ട് അവിടെ നിൽക്കും. കാരണം ആ അച്ഛന്റെ വലിയ മനസ്സാത്. കാരണം അച്ഛനെ പോലെ തന്നെയാണ് മോളും. മോൾക്കൊരു എന്തെങ്കിലും ഒരു പോറൽ പറ്റിയപ്പോഴും അച്ഛനെ സഹിക്കാൻ പറ്റില്ല. കാരണം ആ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ അച്ഛൻ സ്നേഹിക്കുന്ന നയനയാണ്. അത് കുടുംബത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോഴിങ്ങനെ ഒരു അത്യാവശ്യം സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്നാലും കുഴപ്പമില്ല. അച്ഛനെ കാര്യങ്ങളൊക്കെ അമ്മയും നയനയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയാം. എന്നാലും ഇനിയെങ്കിലും ദേവേനി തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു നയന മോളെ. അല്ലെങ്കിൽ ഇത്രയൊക്കെ നമ്മൾ ചെയ്തതിനും ഫലമൊന്നും ഇല്ലാതെ വരുമല്ലോ മോനെ എന്ന് പറയണ. ആദർശ് പറഞ്ഞു, അത് ശരിയാച്ചാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയൊക്കെ നമ്മൾ ദൈവത്തെ വിളിക്കുന്നതല്ലേ. എന്നിട്ടും ഭഗവാൻ എന്താ അമ്മയുടെ കണ്ണൊന്നും തുറപ്പിക്കാത്തെ? നയനയാണ് നല്ലവള്. അല്ലെങ്കിൽ അവളാണ് കള്ളു ഭാഗത്ത് കൊടുത്തുള്ള സത്യം. അമ്മ ഇനിയെങ്കിലും അറിയണം. ഇനിയെങ്കിലും മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം ജയൻ പറഞ്ഞു, അത് ശരിയാ. ഒരു പക്ഷേ ദേവേനയ്ക്ക് ഇത്തിരി ഒന്ന് കുറയട്ടെ. കുറഞ്ഞു കഴിഞ്ഞിട്ട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഞാനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയും. ഇനി ഇതിപ്പോ മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയാണ്. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ. അല്ലെങ്കിൽ തന്നെ നയനമോള് ചെയ്ത മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമല്ല. നാലാൾ അറിയേണ്ട കാര്യം തന്നെയാണ്. അവളുടെ മഹത്വമാണ്. അതിങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയണം. സത്യം എപ്പോഴാണ് പുറത്തു വരുമെന്ന് പറയാ. ദേവേനെ അത് അറിയണം. യാനാമികനെ പോലെയുള്ള പെൺകുട്ടികളോടല്ല അവള് സഹതാപോ സ്നേഹമോ കാണിക്കേണ്ട. നയനമോളെ പോലെയുള്ള ഒരു കുട്ടികളാണ്. കാരണം അവള് സ്നേഹിക്കുന്നുണ്ടല്ലോ. അവള് കരള് പാത്തു കൊടുത്ത് എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ. പക്ഷെ അത് നയനയാന്ന് അറിയണം. എങ്കിൽ മാത്രം ആ സ്നേഹം നയനയ്ക്ക് കിട്ടത്തുള്ളൂ എന്ന് പറയാം. അത് ശരിയാ. വേറെ ആരോ ആണ് കരള് പാത്തു കൊടുത്തെന്ന് അറിഞ്ഞോണ്ടാ അമ്മ അവരെ സ്നേഹിച്ചോണ്ടിരിക്കുക. കാണണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛാ. തൽക്കാലത്തേക്ക് അമ്മേനെ പറഞ്ഞൊന്ന് അടക്കി നിർത്തിയിരിക്കുക ഞാൻ. പക്ഷെ അമ്മയ്ക്കിനും ഭേദമായി കഴിയുമ്പോൾ അമ്മ പറയായിരിക്കും ആ കുട്ടീനെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറയാം. ഇത് കേട്ടൻ ചെയ്യാൻ പറഞ്ഞു, അതിനു മുമ്പ് എന്താണ് ദേവേനി സത്യങ്ങളൊക്കെ അറിയും. അതോർത്ത് നീ പേടിക്കേണ്ട ആദർശേ. ഇനി ഇത് മറച്ചു വെക്കാണെന്ന് ഞാനും പോകുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ദേവേനോട് തുറന്നു പറയണം. എത്രയെന്ന് വെച്ചാ നമ്മളിങ്ങനെ മറച്ചു വെച്ചോണ്ട് പോകുന്നേ. അതിന്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ്. ആ സമയം അനാമിക ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് വരുമ്പോഴത്തേനും രേവതി, ചെല്ലമോളെ നീ ഇതെങ്ങോട്ടാന്ന് ചോദിക്കുക. ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോവാന്ന് പറയണം. അതൊരു നല്ല തീരുമാനമാണ് നീ പോകുന്നേ. കാരണം നീ ചെന്നില്ലെങ്കിൽ അവിടെ ആ നന്ദുവും ആ കനകയും അവരൊക്കെ കയറി ഇറങ്ങി നടക്കുമെന്ന് പറയണം. അത് ശരിയാ. അത് മാത്രമല്ല, നീ അവിടെ ചെല്ലുമ്പോ അറിയാം അവിടെ ഇനിയിപ്പോ പനിയുണ്ടോ അതോ ഇനിയിപ്പം അവളോടൊപ്പം പോയ അവളുടെ വീട്ടിലേക്ക് പോയെന്നും പറയാൻ പറ്റില്ല. നീ ഇല്ലാത്ത സക്കം അവർക്ക് എന്തായാലും നല്ല കാര്യമല്ലേ നിൽക്കും. അത് ശരി തന്നെയാന്ന് പറയാണ്. അതുകൊണ്ട് മോളെ നീ ഇടയ്ക്കിടയ്ക്ക് പോണം. ദേവേനയുടെ മനസ്സിലേക്ക് അങ്ങനെ വിഷം കുത്തി നിറയ്ക്കണം. എങ്കിൽ മാത്രമേ നിനക്കൊരു പിടിച്ചുവെപ്പുണ്ടാവുള്ളൂ. ദേവേനി ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേനും നിനക്ക് ആ വീട്ടിലേക്ക് പോകണ്ടേന്ന് ചോദിക്കണം. അങ്ങനെ പോണെങ്കിൽ ദേവേനെ നീ കയ്യിലെടുക്കണം. ദേവേനെ വീട്ടിൽ ചെന്ന് പറയണം നിന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അനിയെ പറഞ്ഞു വിടണം. അനി വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകണം. അതിന് ഇപ്പോഴേ തന്നെ നീ അവളുടെ മനസ്സിലേക്ക് എരിപൊരി കയറ്റി വിടണം എന്ന് പറയാം. ഇത് കേട്ടപ്പം അനാമ്പി പറഞ്ഞു, അത് ശരിയാമേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അനാമിക ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേന് ആദർശം ജയനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനാമയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യമൊക്കെ തോന്നി. ആദർശനെ കണ്ടു കഴിയും. പണ്ടുതൊട്ടേ ആദർശനോട് താല്പര്യമില്ല. കാരണം നയനയുടെ പുറകെ നടക്കുവാന്നൊരു ചിന്തയാണ് അവളുടെ മനസ്സറിയെ. ഈ സമയത്ത് ജയൻ നോക്കിയിട്ടൊന്നല്ല, മോള് തന്നെയാണ് വന്നു നിൽക്കും. അതാ ഞാൻ തന്നെയാ വന്നേ. ഞാൻ വെല്ലുമേനെ ഒന്ന് കാണാൻ വന്നാന്ന് പറയും. ഈ സമയം ജയൻ പറഞ്ഞു, അധികം ഒന്നും സംസാരിപ്പിക്കരുത്. കാരണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അധികം ഒന്ന് നിന്റെ വെല്ലുമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങിക്കോളാം. സർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നില്ലോ, അതുകൊണ്ട് വന്നാന്ന് പറയാണ്. അങ്ങനെ ദേവേനെ കാണാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ദേവേനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം ദേവേനെ കണ്ണടച്ച് കിടക്കുമായിരുന്നു. വെല്ലുമേന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ്. ആ സമയം ദേവേനെ കണ്ണു തുറന്നു നോക്കി. ആഹാ മോളോ, എന്തൊക്കെയാണ് മോളെ വിശേഷ സുഖമാണോ നിൽക്കണേ? കുഴപ്പമില്ല വെല്ലുമേന്ന് പറയാണ്.
ദേ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. മോള് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണം. എന്നാലും എനിക്ക് നല്ല സങ്കടമുണ്ട്. എല്ലാരും എന്നെ കുറ്റപ്പെടുത്തുക വല്യമ്മേ. ഞാൻ കാരണം എന്തോ വല്യമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നേന്നൊക്കെ പറഞ്ഞോണ്ട്. മോള് കാരണോ? അതെ, ഞാൻ കാരണം എന്തൊക്കെയോ വല്യമ്മയ്ക്ക് ഇങ്ങനെ വന്നേന്നൊക്കെ പറഞ്ഞോണ്ട്. അത് മാത്രമല്ല, ഞാൻ വല്യമ്മയ്ക്ക് കരള് പാത്ത് നൽകിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട്. അതിന് ഞാൻ കരള് പാത്ത് നൽകാൻ തയ്യാറായിട്ട് വന്നതല്ലേ. അപ്പൊ വേറെ ആരോ വന്നോണ്ട് പറഞ്ഞോണ്ടല്ലേ ഞാൻ അതിന് തയ്യാറാവാതിരുന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അഭിനയം കാഴ്ച വെക്കുവാണ് അനാമിക. ഈ അഭിനയം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ വിളിച്ചു, മോള് വിഷമിക്കണ്ട. എനിക്കറിയാലോ മോളുടെ മനസ്സിന് നന്മയുണ്ട്. അതുകൊണ്ടല്ലേ മോള് ഇങ്ങനെയൊക്കെ ചെയ്തേ. ദേ എന്റെ സ്വന്തം മരുമോള് പോലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അവള് പോലും ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എന്റെ കൺമുന്നിലേക്ക് പോലും അവൾ വരുന്നില്ല. അതിന് കാരണം എന്താ? അവൾ ആ തെറ്റ് ചെയ്തെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാന്ന് പറയണേ. ഇത് കേട്ടത് അനാമിക പറഞ്ഞു, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേണ്ണോ അച്ഛനൊന്നും ഇഷ്ടപ്പെടുത്തില്ല എന്ന് പറയാണ്. എന്റെ അച്ഛനെയും അമ്മയും എന്നെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണെന്ന് പറയാം. ഇപ്പൊ തന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തായി. ഇതുവരെയായിട്ട് അനി എന്നെ കൂട്ടാൻ പോലും വന്നിട്ടില്ലെന്ന് പറയാണ്. മോളെ അതോർത്ത് മോള് വിഷമിക്കണ്ട. അനി വന്ന് മോളെ വിളിച്ചോണ്ട് പോന്നോളൂ എന്ന് പറയാം. എന്നാലും ഞാൻ ഇനി ആ വീട്ടിലേക്കില്ല. ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വല്യമ്മ വന്നതിന് ശേഷം മാത്രമേ പോകുന്നുള്ളൂ. അല്ലാതെ ഞാൻ പോകത്തില്ല. എനിക്ക് താല്പര്യമില്ല വല്യമ്മ അങ്ങോട്ട് പോകാന്ന് പറയാണ്. മോള് ഇങ്ങനെയൊന്നും പറയരുതേ. നിനക്കും എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടെന്ന് പറയാം. നല്ല ജീവിതം ഉണ്ടെന്നൊക്കെ ഓർത്തോണ്ടാ ഞാനിരുന്നേ. പക്ഷേ എങ്കില് എനിക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് പറയാണ്. എന്റെ ജീവിതം തകർന്നു പോയെന്ന്. ഇനി എനിക്ക് ജീവിതം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം. ഇങ്ങനെയൊന്നും മോള് സംസാരിക്കില്ലേ. വെറുതെ വെല്ലുമേനെ കൂടെ വേദനിപ്പിക്കില്ലേ. ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മോൾ അങ്ങോട്ട് വരണം. അനിയും മോളും കൂടെ നല്ല ജീവിതം നയിക്കും. ഇനിയിപ്പം മോളെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ആ നന്ദുവിനെ അവിടെ കയറ്റാനാ എന്റെ മരുമോളുടെ തീരുമാനെങ്കിൽ ദേ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവറ്റുള്ള രണ്ടിനും ഞാൻ ആ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടോളാം. മോള് ധൈര്യമായിട്ട് ഇരുന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് അനാമിക പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഈ സമയത്ത് ആദർശിന്റെ ഫോണിലേക്ക് അനി വിളിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദർശ് അനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നയനയുടെ കാര്യങ്ങളൊക്കെ പോയി അന്വേഷിക്കണമെന്ന്. അങ്ങനെ അനി നയനയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആദർശിന് എപ്പോഴും അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, വീട്ടിൽ ചെന്നതിന് ശേഷം നയനയെ കാണാനായിട്ട് അനി പോയിട്ടുമില്ല. അങ്ങനെ അനി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത്. അനാമിക കേട്ടു ആദർശ് സംസാരിക്കുന്ന അനിയോട്. കാരണം അനി ഇപ്പം നന്ദുവിന്റെ വീട്ടിലാന്നുള്ള കാര്യം അനാമിക അറിയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനാമിക അങ്ങോട്ട് സഹിച്ചില്ല. ഇങ്ങനെ ഫോണും വെളിച്ച് വെച്ച് കഴിഞ്ഞപ്പോ ആദർശ് തിരിഞ്ഞു നോക്കിയപ്പോ അനാമികനെ കണ്ട. ഓഹോ, അപ്പം അവളുടെ വീട്ടിലാണ് പോയിരിക്കുന്ന അനി. അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് കരുതിയിട്ട് അനാമിക പെട്ടെന്ന് അങ്ങോട്ട് പോവാണ്. അപ്പൊ ആദർശ് ഓർത്ത് ഇതെന്താ ഇവളൊന്നും പറയാതെ അങ്ങോട്ട് പോയിക്കുന്നേ. സ്വഭാവമല്ലേ, മിണ്ടാതെ പോയാൽ നന്നായി. ഇവളോടൊക്കെ സംസാരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഭേദം മിണ്ടായിരിക്കുന്ന നല്ലതെന്ന് ഓർത്തോണ്ടിരിക്കുകയാണ്. ആ സമയം അനി നയനെ കാണാനായിട്ട് അങ്ങ് ചെല്ലുവാണ്. അങ്ങനെ നയനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നയൻ പറഞ്ഞു, അനി നീ എത്രയും പെട്ടെന്ന് തന്നെ അനാമീനെ കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ പറയാം. എത്ര ദിവസം എന്ന് വെച്ചാൽ അവളെ ഇങ്ങനെ വീട്ടിൽ നിർത്തുന്നേ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അനി പറഞ്ഞു, വേണ്ട എടുത്തി, എനിക്ക് അവളെ വിളിച്ചോണ്ട് പോകണമെന്നൊരു ആഗ്രഹമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്റെ മനസ്സിൽ അവളൊന്നും ഒരു ചിന്തയൊന്നുമില്ല. അല്ലെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് ഞാൻ ആകുന്നേ പറഞ്ഞ എല്ലാവരോടും. പക്ഷെ എങ്കിൽ ആരെങ്കിലും സമ്മതിച്ചില്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി എനിക്ക് അവളുമായിട്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ലെന്ന് പറയണം. അങ്ങനെയൊന്നും പറയില്ല. കാരണം ആദർശേണ്ണ എത്രമാത്രം വിഷമമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അനി? ആദർശേണ്ണും മനസ്സിൽ ആഗ്രഹം നീയും അനാമയും നല്ലൊരു ജീവിതം നയിക്കണമെന്ന് മാത്രം. അതിനു വേണ്ടിയിട്ടാ. പാവം ആ മനസ്സ് ഇനിയും വേദനിപ്പിക്കലെന്ന് പറയണം. ആദർശേണ്ണ വിഷമമായിട്ടുണ്ടെങ്കിൽ ഇതേ ആ കുടുംബത്തിൽ എല്ലാവർക്കും വിഷമം നിനക്കറിയാലോ എന്ന് പറയാം. എനിക്കതൊക്കെ അറിയാട്ടതേ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അനാമിക എന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അവൾക്ക് എപ്പോഴും സംശയം എന്നെ നന്ദുവിനെ വെച്ച്. ഞാൻ നന്ദുവിനോടൊന്നും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴവൾക്ക് തുടങ്ങും ഓരോന്ന് പറഞ്ഞിട്ട് കുത്തി പറയാനായിട്ട്. എത്രയെന്ന് വെച്ചാൽ ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോന്നേ. അതിനൊക്കെ ഒരു പരിധിയില്ലേന്ന് ചോദിക്കും. വേണ്ട മോനെ, ഇനിയെങ്കിലും നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. പഴയതെല്ലാം മറന്ന് നീ അനാമിക നല്ലൊരു ജീവിതം നയിക്കണം. മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുമല്ലേ, മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം അവളെ പോയി കൂട്ടിക്കൊണ്ട് വരണം. നിങ്ങൾ രണ്ടും നല്ലൊരു ജീവിതം നയിക്കണം. അത് കാണാനായിട്ട് ആഗ്രഹിച്ചാൽ ഞങ്ങളെല്ലാവരും ഇരിക്കണമെന്ന് പറയണം. ഇത് കേട്ടത് അനി പറഞ്ഞു, ഇപ്പം എൻ്റെ മനസ്സിലതൊന്നുമില്ല. ഏട്ടത്തിക്ക് പെട്ടെന്ന് തന്നെ സുഖമാണ്. ഏട്ടത്തി വീട്ടിലേക്ക് വരണമെന്ന് പറയാം. അത് പിന്നെ ഞാൻ ഏട്ടത്തി ഒന്നും പറയണ്ട. ഏട്ടത്തിയുടെ മനസ്സിനി വല്യമ്മ തിരിച്ചറിയും. കണ്ടോ, ഏട്ടത്തിയാണ് ഈ ത്യാഗം ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഏട്ടത്തിനെ സ്നേഹിക്കുക തന്നെ ചെയ്യും. ഇനി ഏട്ടത്തി അങ്ങോട്ടങ്ങനെ വന്നതിന് ശേഷം വല്യമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ആദർശമായിട്ട് നോക്കിന്നപ്പോൾ ഞാൻ മിണ്ടായിരിക്കില്ല. കാരണം എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ് എൻ്റെ ഏട്ടത്തി എന്ന് പറയണം. ഇപ്പൊ ഏട്ടത്തി മാത്രമല്ല, എൻ്റെ ഏട്ടത്തി അമ്മയാന്ന് പറയണം. കാരണം എൻ്റെ അമ്മേനേക്കാളും പ്രാധാന്യം ഇപ്പം ഞാൻ ഏട്ടത്തിക്ക് തരുന്നുണ്ടെന്ന് പറയാം. ഇതൊക്കെ കിട്ടിയപ്പോഴത്തേനും നയനയുടെ കണ്ണ് നിറഞ്ഞു വന്നു. പിന്നീട് അനി അങ്ങോട്ടേക്ക് പോകാനിറങ്ങുക. അപ്പോഴേക്കും നന്ദു ഇറങ്ങി വന്നു. നന്ദുവിനെ കണ്ടതും അനി പറഞ്ഞു, ഞാൻ ഏട്ടത്തിനെ കാണാൻ വേണ്ടി വന്ന കേട്ടോ. നന്ദു പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല അനി എന്ന് പറയണ. അല്ല ഇനിയിപ്പോൾ ഇവിടെ വന്നെന്നും പറഞ്ഞോണ്ട് ഇനിയിപ്പോൾ എന്നോട് വരണ്ടാന്നെങ്ങാനും പറയുവോ? ഇത് കേട്ടത് നന്ദു പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല അനി ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയണ.
അപ്പോഴേക്കും കനകയും ഗോവിന്ദനും കൂടെ ഇറങ്ങി വന്നു. പിന്നീട് അനിയോട് പറഞ്ഞു, മോനെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയുന്ന, നീ എപ്പോഴും ഇവിടെ കയറി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അനാമയെ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി ഇനി പ്രശ്നം ഉണ്ടാവാനായിട്ട്. അതുകൊണ്ട് നീ എപ്പോഴും വരണ്ടാന്ന് പറയാം. നയനമ്മളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞോളാന്ന് പറയാം. ചേട്ടൻ പറഞ്ഞോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അത് മാത്രല്ല എൻ്റെ ഏട്ടത്തിയമ്മയല്ലേ, ഏട്ടത്തിയമ്മനെ കാണാതിരിക്കാൻ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാനും തന്തുവും തമ്മിലുള്ള പ്രശ്നം അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് ഞാൻ വിഷമിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ജീവിതമൊന്നും അല്ല ദൈവം നമുക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നേ. അതിനേക്കാൾ അപ്പുറത്തൊന്നല്ലേ ഉള്ളതല്ലേ. അതുമായിട്ട് ഞാനങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളാം. പിന്നെ ഞാനിവിടെ വരുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ഇനിയിപ്പം ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ഒരു കാറ് വന്നിരുന്നേ. അതിനകത്തുനിന്ന് അനാമയും ഇങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പം അനാമയെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരും വീട് മാറിയ കാര്യം എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് വരിക. അനാമേനെ കണ്ട് ഒരു നിമിഷം നന്ദോന്ന് പതിരിപ്പോയി. ഇവിടെ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്നുള്ള രീതിക്ക് പെട്ടെന്ന് അനാമ ഇങ്ങോട്ട് കയറി വരികയാണ്. എനിക്കറിയായിരുന്നടാ, കണ്ണ് തെറ്റിയ ഒന്ന് നീ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇവിടെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? എന്റെ കഴുത്തിൽ കെട്ടിക്കുന്ന ഈ താലി ഉണ്ടല്ലോ, ഇത് നീ വെറുതെ കെട്ടിയതല്ല. 4 ആള് കാണിക്കാൻ നീ എന്റെ കഴുത്തിൽ താലി ആർത്തിയതാ. എന്നിട്ട് നിനക്ക് നാണം ഉണ്ടോ അനി ഇവളുടെ അടുത്തേക്ക് വരാനായിട്ട്? ഓ, അതിന് ചേരുന്ന ഒരു അച്ഛനും അമ്മയും കൂട്ടിക്കൊടുക്കാണ്ട് 2 എണ്ണോ ഇരിക്കുന്നു എന്നൊക്കെ പറയണം. അനി പറഞ്ഞേ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയാ. ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല, അതല്ല നിന്റെ പ്രശ്നം. നീ കാണിച്ചു കൊടുത്തതിന് ഒരു പരിധിയുണ്ട് അനി. ഇപ്പൊ നീ ഇങ്ങോട്ട് വന്ന് എന്തിനാന്നറിയാം? ഇവളെ കാണാൻ വേണ്ടല്ലേ. അല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താ? നിന്റെ വല്യമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നീ ഇവിടെ വന്ന് നന്ദുവായിട്ട് കിന്നിരിക്കണമെങ്കിൽ അതിന്റെ പിന്നിലെ കാര്യം എന്താന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദൂരൻ ദേഷ്യം വന്നു. നന്ദു പറഞ്ഞു, വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറയരുത് അനാമികയെന്ന് പറയാണ്. അപ്പൊ നിനക്കൊക്കെ അനാവശ്യം കാണിക്കുന്നതിന് കുഴപ്പമില്ലല്ലേ? എല്ലാരും കൂടെ കൂടിച്ചേർന്ന് ഞങ്ങളെ പറ്റിക്കുമല്ലേ? ദേ ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ലെന്നും. എന്റെ കഴുത്തിൽ താലിയാർത്തി ഇവനാണെങ്കിൽ ഇവനോടൊപ്പമുള്ള ജീവിതം എനിക്കായിരിക്കും. അല്ലാതെ ആ വീട്ടിലേക്ക് കയറി വരാന്ന് ഒരിക്കലും നീ മോഹിക്കണ്ട. അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. അപ്പൊ ഈ ഒച്ചപ്പാടും വേളവും കേട്ടുകഴിഞ്ഞപ്പത്തേനും നയനെ പതുക്കെ അങ്ങോട്ട് വാതക്കിലേക്ക് എഴുന്നേറ്റ് വരുക. നയനോട് എഴുന്നേറ്റ് നടക്കലെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ കാണുന്ന കാഴ്ച ചീറി നിൽക്കുന്ന അനാമികേനെയാണ്. ഇത് കണ്ടുകഴിഞ്ഞപ്പത്തേനും നയനയ്ക്ക് വല്ലാത്ത വിഷമായി. അപ്പോഴാണ് നന്ദു ആ കാഴ്ച കാണുന്ന നയനെ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നത്. നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചേച്ചിയെന്നും വിളിച്ചോണ്ട് ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. ഓടി ചെന്നിട്ട് നയനെ അങ്ങോട്ട് പിടിക്കുവാണ്. ഈ കാഴ്ച അനാമിക കണ്ടു. അനാമിക നോക്കുവാണ് നയനെ. ഇവൾക്ക് എന്താന്നുള്ള രീതിയിൽ. ഇനിയിപ്പം നാളത്തെ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം. ഇനിയിപ്പോൾ അനാമികയാണ് കരൾ പാത്ത് കൊടുത്തതെന്നുള്ള സത്യം അവള് അനാമിക അറിയോ? അനാമികയല്ല, നയനെയാണ് കരൾ പാത്ത് കൊടുത്തതെന്നുള്ള സത്യം അനാമിക അറിയോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.